അസ്സലാമലൈക്കും. വീട്ടിൽ കുറച്ച് ബന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു ചീസി ചിക്കൻ ബന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ബന്നിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ചിക്കൻ ചില്ലീൻ്റെ ഒരു മസാലയാണ് ഞാൻ കാണിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് 200 ഗ്രാം ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കുക. ഇത് അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. അതിന് ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെക്കുക. ഇതൊരു ചില്ലി ചിക്കൻ സ്റ്റൈലിലെ മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ഇതിനുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് നോക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും, പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ ഉള്ളിയും 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരണം. അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് നന്നായിട്ട് വഴന്നൊരു കളർ ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ സിമ്മിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളെ ചിക്കൻ്റെ മസാല റെഡിയായി. ഇനി അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഈ ബന്നിലേക്ക് നമുക്ക് ചിക്കൻ്റെ മസാല നിറച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ബന്നാണ്. അതാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. നിങ്ങൾ ഏത് ബന്ന എടുക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഓരോ ബന്നിലേക്കായിട്ട് ഈ മസാല നിറച്ച് കൊടുക്കാം. ഇനി മസാല വെച്ച എല്ലാ ചിക്കൻ്റെ ബന്നിൻ്റെ മേലെയും ചീസും കൂടി വെച്ച് കൊടുക്കുക. എല്ലാ ബന്നിലും ചീസ് വെച്ചിട്ട് റെഡിയാക്കി വെച്ച് കൊടുക്കുക. 150 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ് നേരം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ബന്നും നിരത്തി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം ചീസ് മെൽട്ടാകുന്ന വരെ മാത്രം ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർക്കും ഇതേപോലെ ബന്ന് പാനിൽ വെച്ച് കൊടുത്തിട്ട് ചെറിയ സിമ്മിൽ അടച്ച് വെച്ചിട്ട് ചീസ് മെൽട്ടാകുന്ന വരെ ബേക്ക് ചെയ്തെടുക്കാം. ചീസി ചിക്കൻ ബൺ റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ആൻഡ് നട്ട് സ്മൂത്തിയുടെ റെസിപ്പിയിലേക്ക് പോകാം. ജ്യൂസിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് ഞാൻ 2 കപ്പ് പാൽ അളന്നെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 15 ബദാം, ഒരു 12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിളിൻ്റെ പകുതിയും, അതുപോലെ ഒരു 15 കറുത്ത മുന്തിരി കുരുവില്ലാത്തത്, പിന്നെ ഒരു മാങ്ങയുടെ പകുതി,
വലിയൊരു മാങ്ങയുടെ നല്ല പഴുത്ത മാങ്ങയുടെ പകുതി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 2 ഗ്ലാസ് ജ്യൂസിൻ്റെ കണക്കാന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ വേണ്ടവർ അതിൻ്റെ അളവ് കൂട്ടിയിട്ടെടുക്കുക. ഞാനെടുത്തിട്ടുള്ള അളവിൽ നല്ല കട്ടിയുള്ള സ്മൂത്തിയാണ് കിട്ടുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസാണ് വേണ്ടതെങ്കിൽ അതിന് കുറച്ചും കൂടി പാലും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അടിക്കാം. അങ്ങനെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കിടിലൻ ജ്യൂസാണ്. നമ്മുടെ ചീസി ചിക്കൻ ബന്നും ജ്യൂസും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക് യു.